ശബരിമല വിഷയത്തിൽ 3 ട്വിസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, വാസവനെ ചോദ്യം ചെയ്യാനുള്ള തീരുമാനമായിട്ടുണ്ട്. വാസവനിൽ നിന്ന് മൊഴിയെടുക്കും. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ വിഷയം, SIT കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ടിൽ ഇതിന് അന്തർ സംസ്ഥാന ബന്ധങ്ങൾക്കപ്പുറം അന്തർദേശീയ ബന്ധമുണ്ടോ എന്നൊരു സംശയം പ്രകടിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ CBIയുടെ ആവശ്യമില്ല എന്നുള്ള ഒരു നിലയിലാണ് SITയുടെ ഒരു പോക്ക്. പക്ഷെ അപ്പോഴൊരു പ്രശ്നമുണ്ട്. അവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. ആ വലിയ പ്രശ്നം എന്തെന്നാൽ, എവിടെയാണ് തൊണ്ടി മുതൽ, എന്തൊക്കെ കൊണ്ടുപോയി ആ തൊണ്ടി മുതലുകൾ എവിടെയാണ്, അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വിദേശത്തിന്റെ വിഷയമില്ലല്ലോ. അല്ലെങ്കിൽ വിദേശത്തിന്റെ വിഷയമുണ്ട്. ഇന്ന് കേരള കൗമുദിയിൽ ഒരു വലിയ ന്യൂസ് വന്നിട്ടുണ്ട്. ഒരു ലീഡ് ന്യൂസ് ആണ്, ഫ്രണ്ട് പേജിൽ ലീഡ് ന്യൂസ് ആണ്. ഡൽഹിയിലെ 2 ഉന്നത നേതാക്കളുടെ ബന്ധുക്കൾ, അത് ആരാണെന്ന് അറിയില്ല, പറഞ്ഞിട്ടില്ല അതിനകത്ത്, നേതാക്കളുടെ ബന്ധുക്കൾക്ക് ആന്റി കിഡ്സ് പരിപാടി ഉണ്ടെന്നും അതിൽ ഒരു ബന്ധുവിനെ 2003 CBI ഇതുപോലൊരു കേസിൽ പിടിച്ചെന്നും അത് അവസാനം പിന്നെ തമിഴ്നാട്ടിലെ കുറെ വിഗ്രഹങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണെന്നും, അതിന് സുഭാഷ് കപൂർ തമിഴ്നാട് ജയിലിൽ കിടപ്പുണ്ട്, അത് കണക്ട് ചെയ്ത് കൊടുത്ത ഡൽഹിയിലെ ഈ രാഷ്ട്രീയ നേതാക്കളാണെന്നും രാഷ്ട്രീയ നേതാക്കളുടെ ബന്ധുക്കളാണെന്നും, ആ രാഷ്ട്രീയ നേതാക്കളുടെ ബന്ധുക്കളിൽ ഒരാളിന്റെ കേസ് 2003 ഡൽഹിയിൽ പിന്നെ കേസായി വരികയും CBI ഇന്റർപോളിന്റെ സഹായമൊക്കെ തേടിയെങ്കിലും അത് അവസാനം തേഞ്ഞു മാഞ്ഞു പോയി. നമ്മൾ ആദ്യമേ പറയുന്ന ഒരു വിഷയമാണ്. ഇതിപ്പോ ശബരിമല അയ്യപ്പന്റെ വിഷയമായതുകൊണ്ട് ഇനി എങ്ങനെ വരുമെന്ന് അറിയില്ല. കാരണം അയ്യപ്പന്റെ ഒരു ശക്തിയും ചൈതന്യവും ഒക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണല്ലോ നമ്മൾ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എങ്ങനെയെന്ന് അറിയില്ല. അല്ലെങ്കിലുള്ളൊരു പ്രശ്നം, സാധാരണ കേസുകളാണെങ്കിൽ ഇത് ഉന്നതങ്ങളിലേക്ക് പോകും തോറും കോംപ്രമൈസ് ആവുന്ന രീതിയാണ് കാണുന്നത്. പക്ഷെ ഇവിടെ ഇനി അടുത്ത ഉന്നതന്മാരുടെ ലിസ്റ്റ് തയ്യാറാക്കുകയാണ് SIT. അവർക്ക് തയ്യാറാക്കാതിരിക്കാൻ കഴിയില്ല. ആ ഉന്നതന്മാരുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഏതെങ്കിലും തരത്തിൽ ഫോട്ടോ ബന്ധമെങ്കിലും ഉള്ള ആളുകളെയൊക്കെ ലിസ്റ്റ് ആക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ചോദ്യം ചെയ്യേണ്ടി വരും, വാസവനെ ചോദ്യം ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യേണ്ടി വരും, ആന്റണിയെ ചോദ്യം ചെയ്യേണ്ടി വരും, അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ ആൾറെഡി തീരുമാനിച്ചിട്ടുണ്ട്, അത് നടത്തേണ്ടി വരും. പിന്നെയും ഇനി പുറത്തു വരാത്ത ഫോട്ടോസ് എത്രയുണ്ടെന്ന് നമുക്കറിയില്ല. പുറം ലോകത്ത് വരാത്ത ഇയാളുടെ ഫോണിലും ആൽബത്തിലും വീട്ടിലും ഒക്കെ ഉള്ള ഫോട്ടോസ് നമുക്കറിയില്ലല്ലോ. അതൊക്കെ കൂടി വന്നിട്ട് അവരെയൊക്കെ ചോദ്യം ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും 3 തലങ്ങളിലേക്കാണ് ശബരിമല വിഷയം മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിത് സൂക്ഷ്മതലത്തിൽ നോക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നത്. അല്ല ശബരിമലയോട് മറ്റാരെങ്കിലും നമുക്ക് ശബരിമലയുടെ പേരിൽ ആരെങ്കിലും എതിർക്കാനോ തകർക്കാനോ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മോശമാക്കി കാണിക്കാനോ അല്ല. നമ്മൾ സൂക്ഷ്മതലത്തിൽ ഈ കാര്യങ്ങൾ പഠിക്കുന്നത് കൊണ്ട് മാത്രം, നിരീക്ഷിക്കുന്നതുകൊണ്ട് മാത്രം ചെയ്യുന്നതാണ്. ഒന്നെന്ന് പറയുന്നത്, SIT ഒരു കൺക്ലൂഷനിലേക്ക് പോവുകയാണോ? അങ്ങനെ കൺക്ലൂഷനിലേക്ക് പോയി മുതലും കണ്ടുപിടിച്ചാൽ പിന്നെ ഈ ജയിലിൽ കിടക്കുന്നവരൊക്കെ ഈസി ആയിട്ട് ജാമ്യത്തിൽ ഇറങ്ങി വരികയും ഇതെല്ലാം വീണ്ടും ഒരു അപസർപ്പ കഥ പോലെ അങ്ങനെ അങ്ങ് പോകും. കേരളത്തിലെ ചാരക്കേസ് പോലെ, അല്ലെങ്കിൽ നേരത്തെ സ്വപ്നയുടെ കേസ് പോലെ, സരിതയുടെ കേസ് പോലെ വീണ്ടും ഒരു ഒരു കേസായിട്ട് വെടി തീർന്നങ്ങ് പോകും. ശിവശങ്കരനെ ഒക്കെ ജയിലിൽ കിടന്നതിന് ശേഷം ആ കേസ് തീർന്നത് പോലെ ഇതങ്ങ് ആവിയായി പോകും. അങ്ങനെയാണ് പറയുന്നത്. ആവിയായി പോയാൽ പിന്നെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, നീരാവിയായി പോകും. പിന്നെ മഴയായിട്ട് വന്നാലേ അറിയാൻ പറ്റുള്ളൂ. അല്ല ഇവിടെ തന്നെ പെയ്യണമെന്നുമില്ല നീരാവി ആകുന്നത്. അതുകൊണ്ട് അത് പ്രശ്നമാണ്. രണ്ടാമത്തെ വിഷയം എന്ന് വെച്ചാൽ, വാസവൻ ഉൾപ്പെടെയുള്ള ആളുകളെ ചോദ്യം ചെയ്യുകയും കടകംപള്ളി സുരേന്ദ്രനെ രണ്ടാമതും ചോദ്യം ചെയ്യുകയും അറസ്റ്റിലേക്ക് നീങ്ങുമോ എന്നുള്ളൊരു കൗതുകമുണ്ട്. അതുപോലെ തന്നെ PS പ്രശാന്തിനെയും ഒന്നുകൂടി ചോദ്യം ചെയ്തതിന് ശേഷം അറസ്റ്റിലേക്ക് നീങ്ങുമോ? ഡൽഹിയിലെ 2 വലിയ നേതാക്കളെ കുറിച്ചുള്ള വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അവരുടെ ബന്ധുക്കളെ കുറിച്ചാണ് വന്നിരിക്കുന്നത്, നേതാക്കളെ കുറിച്ചല്ല. ആ ബന്ധുക്കളെ ഒരാളെ നേരത്തെ പ്രതിയായിരുന്നു. അപ്പോൾ അവരുമായി ബന്ധപ്പെടുത്തി ഇത് CBI വന്ന് അവരെയും കൂടി ബന്ധപ്പെടുത്തി ഇത് ഇന്റർപോളിലേക്ക് പോകുമോ? ഇതിനിടയിലാണ് രാജീവ് ചന്ദ്രശേഖരന്റെ കേസ് കൊടുത്തിരിക്കുന്ന റിക്വസ്റ്റ് അല്ലെങ്കിൽ ഫയൽ ചെയ്തിരിക്കുന്നൊക്കെ ഒരു അഫിഡവിറ്റ് എവിടെയുള്ളത്? ഹൈക്കോടതിയിലുള്ളത്. CBI ഹൈക്കോടതി പറഞ്ഞിട്ടുമുണ്ട്, അവർ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയ്ക്ക് മറ്റൊരു ട്വിസ്റ്റ്, വലിയൊരു ട്വിസ്റ്റ് വന്നിട്ടുണ്ട് ശബരിമല കേസിൽ. ആ ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ഇന്റലിജൻസ് ബ്യൂറോ, അതായത് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ, സംസ്ഥാനത്തെ അല്ല, കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ആ തയ്യാറാക്കിയ റിപ്പോർട്ട് കേരളത്തിലെ DGPക്ക് അവർ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ അവർ ആവശ്യപ്പെടുന്നത് ഈ കേസ് CBI അന്വേഷിക്കണം എന്നാണ്. അപ്പോൾ കേരള സർക്കാരിന്റെ പുറത്തും DGPയുടെ പുറത്തും ഒരു സമ്മർദ്ദമുണ്ട്. കോടതിയിലേക്ക് ഒരു റിക്വസ്റ്റ് പോലെ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ അവർ കൊടുത്തിട്ടുണ്ട്. CBIക്ക് സമ്മതമാണെന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, അവരുടെ അഭിപ്രായം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ട് എല്ലാ കണ്ണുകളും ഹൈക്കോടതിയിലേക്ക്, രാജീവ് ചന്ദ്രശേഖറിന്റെയും അതുപോലെ മറ്റ് കൊച്ചിയിലുള്ള ഒരാളും കൂടി അതിനകത്ത് കക്ഷി ചേർന്നിട്ടുണ്ട്, അവരുടെ കേസിലേക്കാണ് പോകുന്നത്. ഇനി CBI അന്വേഷിക്കണ്ട എന്ന് ഹൈക്കോടതി പറഞ്ഞാൽ
ഇവിടുത്തെ ഗവൺമെന്റിന് ഒരു ശ്വാസം കിട്ടും, ഉച്ഛ്വാസവായു കൂടുതൽ കിട്ടും. അപ്പോഴും ഒരു പ്രശ്നമുണ്ട്, ആരാണ് ഇതിന്റെ കിങ് പിൻ, ആരൊക്കെയാണ്. ഇനി തൊണ്ടി കിട്ടിയെന്ന് വിചാരിക്കുക, ഏതെങ്കിലും ഇപ്പം ഗോവർദ്ധന്റെന്നോ അല്ലെങ്കിൽ ബെല്ലാരിയിൽ നിന്നോ അല്ലെങ്കിൽ സ്മാർട്ട് ക്രിയേഷനിൽ നിന്നോ എവിടെന്നെങ്കിലും തൊണ്ടി മുഴുവൻ കിട്ടി, അവരതിനെ മറ്റ് രൂപത്തിലാക്കി വിറ്റിരിക്കുന്നു എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് വേണം ഇനി അത് വീണ്ടെടുക്കാൻ. അത് എളുപ്പമുള്ളൊരു പണിയല്ല. പക്ഷെ അങ്ങനെ വീണ്ടെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരള ഇത് ആരാണ് ഇതിന്റെ കിങ് പിൻ എന്നുള്ളതും ആരാണ് ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്നുള്ളതും ചിലപ്പോൾ വീണ്ടും അതുപോലെ ഇത് അടിയിൽ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു രസകരമായ കൗതുകമുള്ള ഒരു കുറ്റാന്വേഷണ കഥയാണ്, നല്ല രസകരമുള്ള കഥയാണ്. അപ്പോൾ ഒന്ന്, കേരള സർക്കാരിലെ ഇനിയുമുള്ള ആളുകൾ ഇതിനകത്ത് ബന്ധം വരുമോ, മുഖ്യമന്ത്രി വരുമോ, നിലവിലെ മന്ത്രി വരുമോ, അങ്ങനെയുള്ള ഒരു കഥ. രണ്ടാമതൊരു സ്റ്റോറി പോകുന്നത് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സോണിയാഗാന്ധിയുമായിട്ടും കോൺഗ്രസ് നേതാക്കളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന, പിന്നെ അവിടുത്തെ 2 വ്യവസായികളുടെ കാര്യം പറയുന്നു, അവിടുത്തെ നേതാക്കളുടെ ബന്ധമുള്ള അങ്ങനത്തെ ഒരു സ്ട്രീമിലേക്ക് ഇത് പോകുന്നു. പിന്നെയാണ് ഈ സ്വർണം എവിടെയൊക്കെ കൊടുത്തു, ആർക്കൊക്കെ കൊടുത്തു, സ്വകാര്യ വ്യക്തികൾക്ക് കൊടുത്തോ എന്നുള്ള സ്ട്രീമിലേക്ക് ഈ കഥ പോകുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് ഇത് പോയിട്ടുണ്ടോ എന്നുള്ളൊരു കഥയും ഇതിനകത്ത് കറങ്ങുന്നുണ്ട്. അപ്പൊ ഇതൊരു വളരെ എന്താ പറയാ, നമ്മൾ കോട്ടയം പുഷ്പനാഥിന്റെ ഒക്കെ ഒരു നോവൽ വായിക്കും പോലെ വളരെ രസകരമാണ്. അല്ലാതെ കുറച്ച് വസ്തുക്കൾ ശബരിമല നിർത്തുകൊണ്ട് അവരെ കള്ളനെ പിടിച്ചുകൊണ്ട് ആ കഥയല്ല. ഇതിങ്ങനെ കെട്ടു പിണഞ്ഞ് കിടക്കുന്ന വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള വളരെ സങ്കീർണമായിട്ടുള്ള ഒരു കേസായിട്ടാണ് ഇത് വരുന്നത്. അത്രയും സങ്കീർണമായ ഒരു കേസിനെ വളരെ ലളിതമായി ഊരിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ചെയ്യുന്നത് പലപ്പോഴും ഇതുപോലത്തെ കാര്യങ്ങളിൽ പ്രതിയെയും പിടിക്കും, ഡയറക്റ്റ് പ്രതിയെയും പിടിക്കും. അതുപോലെ വസ്തുക്കൾ ഇനി കിട്ടിക്കഴിഞ്ഞാൽ, തൊണ്ടി മുതലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കേസ് അവസാനിപ്പിക്കുന്നതാണ് പലപ്പോഴും കാണുന്ന രീതി. എന്നാൽ ഇതിൽ അത് ഉണ്ടാവരുത് എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം, നമ്മുടെ എല്ലാവരുടെ അഭിപ്രായം അതാണ്. കാരണം ഇതിനകത്ത് ഒരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ടെങ്കിൽ, ഒരു കിങ് പിൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സംഘം മാസ്റ്റർ ബ്രെയിനുകൾ ഉണ്ടെങ്കിൽ, അത് അന്താരാഷ്ട്ര ലോബി ആകട്ടെ, ദേശീയ ലോബി ആകട്ടെ, സംസ്ഥാന ലോബി ആവട്ടെ, രാഷ്ട്രീയ പാർട്ടി ആവട്ടെ, സെലിബ്രിറ്റികളാകട്ടെ, അല്ലെങ്കിൽ തന്ത്രകുടുംബവുമായി ബന്ധപ്പെട്ട ആരും ആയിക്കോട്ടെ, എക്സ് ഓർ വൈ ആരായാലും വളരെ കൃത്യമായി ഇതിനകത്ത് നമുക്ക് നോക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ് ഈ കഥ. എന്താണ് നമ്മുടെ കഥ എന്ന് ചോദിച്ചാൽ, ശബരിമലയിലെ സ്വർണം കൊണ്ടുപോയത്, എത്ര സ്വർണം എടുത്തു, ഒന്നാമത്തെ വിഷയം. വിഗ്രഹങ്ങൾ, എത്ര ടൈപ്പിലുള്ള വിഗ്രഹങ്ങൾ എടുത്തു, രണ്ടാമത്തെ വിഷയം. ഇത് എവിടെ കൊണ്ടുപോയി, മൂന്നാമത്തെ വിഷയം. രാജ്യത്തിനകത്താണോ, നാലാമത്തെ വിഷയം. വിദേശ രാജ്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടോ, അഞ്ചാമത്തെ വിഷയം. അങ്ങനെ എത്ര രാജ്യങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇതിന്റെ എല്ലാം കിങ് പിനായി, മാസ്റ്റർ ബ്രെയിനായി പ്രവർത്തിച്ചത് ആരൊക്കെ? ഇതാണ് ഇതിന്റെ ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ടൊരു 6-7 ചോദ്യങ്ങളാണ്. പക്ഷെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇതിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്നവരെല്ലാം ചെറിയ ആളുകളല്ല, വൻ തോക്കുകളാണ്, പൊളിറ്റിക്കൽ തോക്കുകളാണ്. അതുപോലെ തന്നെ വളരെ വലിയ ആളുകളാണ്, ഉദ്യോഗസ്ഥന്മാരായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ പോലൊക്കെ തുടങ്ങി വലിയ ടീമാണ് ഇതിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എങ്ങോട്ട് പോകുമെന്ന് നമുക്കറിയില്ല. നമ്മുടെ ഒരു നിയമ സംവിധാനവും ലാ ആൻഡ് ഓർഡർ സംവിധാനവും നമ്മുടെ ക്രിമിനൽ പ്രൊസീജിയർ വെച്ചും അല്ലെങ്കിൽ നമ്മുടെ കുറ്റാന്വേഷണ സംവിധാനം വെച്ച് അത്ര വലിയ ആളുകളിലേക്ക് പോയി കണ്ടെത്തി കൊണ്ടുവരാനുള്ള കഴിവ് നമ്മുടെ സംവിധാനങ്ങൾക്കുണ്ടോ എന്നുള്ളതും ഈ സമയത്ത് നമ്മൾ പഠിക്കേണ്ടുന്ന വളരെ അക്കാഡമിക് ആയിട്ടുള്ള ഒരു വിഷയമാണ്.